യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബബ്ബ ഭയം ഭക്തി ബഹുമാനം. സംവിധാനം ധനഞ്ജയ് ശങ്കർ. എഴുതിയിരിക്കുന്നത് ഫഹീം സഫർ ആൻഡ് നൂറിൻ ഷെറീഫ്, ഭർത്താവും ഭാര്യയാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഗോകുലം ഗോപാലൻ, കൃഷ്ണമൂർത്തി. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ആർമോ, എഡിറ്റഡ് ബൈ രഞ്ജൻ അബ്രഹാം, മ്യൂസിക് ബൈ ഷാൻ റഹ്മാൻ, BGM ബൈ ഗോപി സുന്ദർ. അങ്ങനെ ഒരു വലിയ നിര തന്നെ ഉണ്ടടേ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആക്ടേഴ്സിന്റെ കഥ എടുത്ത് പറയുന്ന ജനപ്രിയ നായകൻ ദിലീപ് ഇൻ ആൻഡ് ആസ്. പിന്നെയുണ്ട് കുറെ പേരുണ്ട്. ബൈജു സന്തോഷ്, എങ്ങനെ എത്ര പേരുടെ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, അശോകൻ ചേട്ടൻ, ദേവൻ ചേട്ടനുണ്ട്. പിന്നെ അവരുടെ പിന്നെയും കുറെ, ശരണ്യ പൊന്മനൻ പുള്ളിക്കാരി സിനിമയിലുണ്ട്. ചെറിയ റോള് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ പുള്ളി പടത്തിലുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വലിയ താരനിര. മണിയമ്പിള്ള രാജചേട്ടനുണ്ട്. സലിം കുമാർ ദ ഒറിജിനൽ മുകുന്ദൻ ഉണ്ണി അഡ്വക്കേറ്റ്. ഓ എടൈ, സത്യസന്ധമായിട്ട് പറയണമല്ലോ, ഇത് പ്യുവർ ഒരു വട്ട് പടമാണ്. വട്ട് അടിച്ചു പൊളി പടം. ആൻഡ് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ വിസ്മയം മോഹൻലാൽ. അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് തീർക്കൂലട. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഇവര് എന്തുകൊണ്ടാണ് ട്രെയിലറിൽ കുറച്ച് സീൻസ് എങ്കിലും അവർ റിവീൽ ചെയ്തത് എന്നുള്ളതിനുള്ള ഒരു ഉത്തരം സിനിമയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ ഒരു മിക്സഡ് റിവ്യൂവിലേ പോകത്തുള്ളൂ. ഒരു എന്താ പറയാ, ഒരു 100 കോടിക്കുള്ളതോ അടിക്കാതിരിക്കുക അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു 100 കോടി 150 കോടി അല്ലെങ്കിൽ എന്താ പറയാ ബോക്സ് ഓഫീസ് കുലുക്കൽ തൂക്കൽ അങ്ങനെയൊന്നും എനിക്ക് പറയാനില്ലടേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ മോഡ് പടമല്ല. അവർ തന്നെ അവരുടെ ടൈറ്റിലിൽ ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന്. അത് മനസ്സിലാക്കി തിയേറ്ററിലോട്ട് കെട്ടിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സിനിമ. ആൻഡ് പടം നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തല്ലിപ്പൊളി തിയേറ്ററിൽ, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, കാര്യം പറഞ്ഞാണ്, ഏതെങ്കിലും നല്ല തല്ലിപ്പൊളി എന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷൻസിന്റെ ബേസിസിലല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ഇരുന്ന് അലമ്പുന്ന ഒരു തിയേറ്ററിൽ പോയി വേണം ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ. ഒരു ഹൗസ്ഫുൾ ഓഡിയൻസിന്റെ ഒപ്പം, അതും യൂത്തിന്റെ ഒപ്പം ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കിക്ക് കിട്ടും. ഇത് ആ സാധനമല്ലേ. ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ദിലീപേട്ടൻ തുടക്കം തന്നെ വന്ന് ഈ ദിലീപേട്ടൻ തുടക്കം തന്നെ വന്ന് ഒരു എന്താ പറയാ കുറച്ച് സാധനങ്ങൾ ഇടുന്നുണ്ട്. പുള്ളീന്റെ ആ ഒരു എക്സ്പ്രഷൻസ് ആയാലും പുള്ളീന്റെ എന്താ പറയാ ഇമോഷൻസ് ആയാലും നമുക്കൊക്കെ ആ കഴിഞ്ഞ കുറെ ചവറ് പടങ്ങളിൽ കണ്ട പോലെ അല്ല. ഞാൻ ചവറ് പടത്തിനെ കുറിച്ച് മറ്റേ ഒപ്പീനിയൻ നെഗറ്റീവ് ഇടുമ്പോ കുറെ ഫാൻസ് ഒന്നും എന്നെ തള്ളക്കി വിളിക്കാറുണ്ട്. അതൊന്നും അല്ല. ഇതില് വീണ്ടും സന്ധിക്കറവരേക്കും വണക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിലീപിന്റെ ഒരു ഇരിപ്പുണ്ട്, തലയിൽ കെട്ടിയിട്ടൊക്കെ ഉള്ള. എനിക്ക് എന്തോ എവിടേക്കോ നമ്മൾ മറന്നുപോയ ആ ഒരു ദിലീപേട്ടൻ, ആ പുള്ളിന്റെ പഴയ ആ എന്താ പറയാ ഒരു ചാംനെസ്സും ഒരു എനർജിയും അതൊക്കെ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അത് ബാക്കി എത്ര പേർക്ക് അത് വർക്കായിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് ദിലീപേട്ടൻ ഈ സിനിമയിൽ കത്തിച്ചു തന്നെ പറയേണ്ടി വരും. പുള്ളിന്റെ എന്താ പറയാ, മാത്രമല്ല ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്, ഇത് പക്ക ഒരു സ്പൂഫ് മെറ്റീരിയൽ സിനിമയാണ്. ഇതില് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ റെഫറൻസ് ആണ്. ഗില്ലി യൂണിവേഴ്സ് റെഫറൻസ് ഉണ്ട്. ദിലീപേട്ടന്റെ കണ്ടമാന സിനിമകളുടെ റെഫറൻസ് ഈ സിനിമയിൽ അവർ കുത്തി നിറച്ചിട്ടുണ്ട്. ഇവൻ ആ ഫസ്റ്റ് പുള്ളി വന്ന് ഇറങ്ങണ ഷോട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കൈയടിക്കുന്ന ഒരു സാധനമാണത്. നമ്മൾ അവിടെ നോക്കിയ റെഫറൻസ്, ഇവിടെ നോക്കിയ റെഫറൻസ്, എവിടെ നോക്കിയാലും. പിന്നെ ഇതിലെ എന്താ പറയാ കുറച്ച് സാധനങ്ങളുണ്ട്. അതിപ്പോ എങ്ങനെയാ, വിനീതേട്ടന്റെയും വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എവരുടെ കോമ്പോയിൽ വരുന്ന ഒരു സീനുണ്ട് പോലെ ചിരിച്ച് ചാവും. എല്ലാവരും തമ്മിലിട്ട് താങ്ങലാണ് ഈ സിനിമയില്. ആ ദേവൻ ചേട്ടനിട്ട് താങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ പേര് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇപ്പൊ കറന്റ് സിനാറിയോ വെച്ചിട്ട് വരെ അവര് പറയുന്നുണ്ട് സിനിമയിൽ. ഇപ്പം ലിറ്ററലി കറന്റ്ലി നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് വരെ അവർ ഈ സിനിമയിൽ മുൻകണ്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഇവർ ആ ഒരു രീതിയിൽ കൊണ്ട് എത്തിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഫണ്ണാണ്. നമുക്ക് ഇരുന്ന് ഇപ്പൊ ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസ്, അത് ഒരുമാതിരി എന്താ പറയാ, അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ അതൊരു വധമാണ് ആ സീരീസ്. പക്ഷെ ഇങ്ങനത്തെ മലങ്കൾട്ട് അപരാധങ്ങളൊക്കെ കുറെ നടക്കുന്നതും നമുക്കത് അറിയാവുന്നതും നമ്മളതൊക്കെ കണ്ട് ചിരിക്കുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ആ ഒരു റൈറ്ററിന്റെ വിജയമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇത് മറ്റേ ഗ്ലോറിഫൈ ചെയ്യണതോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടു അതേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് സീക്വൻസ്, സെക്കൻഡ് ഹാഫിൽ അണ്ണൻ തമ്പി ഒരു സാധനമുണ്ട് പോയെ, അവിടെയൊക്കെ തിയേറ്റർ കിടന്ന് കുലുങ്ങൽ. ഞാൻ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടി വരില്ല, എല്ലാവരും എണിച്ച് നിന്ന് വരെ തുള്ളുമായിരുന്നു. ആ രീതിയിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടിയത്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു CM തട്ടിക്കൊണ്ടുപോവുക. പുള്ളി CM ആയ ദിവസം ഒരു സമ്മേളനത്തിൽ വരുന്ന സമയത്ത് ദിലീപേട്ടൻ തട്ടിക്കൊണ്ടു പോവുകയാണ്. CM ആയിട്ട് ബൈജു ചേട്ടനാണ്. അപ്പൊ അതിനുശേഷമുള്ള ആ ഒരു കഥ, എന്താണ് ഇവന്റെ കാര്യം, എന്തിനാണ് ചെയ്യുന്നത്, മോട്ടീവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏതോ കാലത്ത് പറഞ്ഞു വിട്ട ടെംപ്ലേറ്റഡ് സാധനമാണ് മോട്ടീവ്. പക്ഷേ ഇവർ കുറേയൊക്കെ ഇതാക്കി നല്ല എന്താ പറയുക, നല്ല ഫണ്ണിങ്ങനെ കുത്തി നിറച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. അതിപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും ഇവര് എന്താ പറയുക കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ VFX വരെ അവർ ഒട്ടും ഒരു നോട്ടം കൊടുക്കാതെ കംപ്ലീറ്റ് ഒരു എന്താ പറയാ കോമിക്കൽ രീതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു രീതിയിൽ ചുമ്മാ ഒരു പടം എടുത്ത് തള്ളിയിരിക്കുകയാണ്. അത് എനിക്ക് അറിഞ്ഞുകൂടേ, അത് എത്ര പേർക്ക്, എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിനൊന്നും ഒട്ടും വർക്കാവൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല ഇനി എൻ്റെ ഒരു വേർഡിക്റ്റിനെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ രീതിയിലാണ് വരുന്നതെങ്കിൽ സന്തോഷമേ മാത്രമേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാടിൽ പടം തൂക്കി, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറെ പേരൊക്കെ കൊണച്ചോണ്ടിരിപ്പുണ്ടാവും ദീപിന്റെ പടം മറ്റേ പ്രതി നായകൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എടേ ഞാൻ പറയല്ലേ, ഞാൻ പുള്ളിയിലെ നടനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഈയിടെയായിട്ട് എന്തോരം കുണച്ച റീൽസാന്ന് പറയുക കാണുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻ ഉണ്ട്, എല്ലാവർക്കും അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഒരു ഭാഗമുണ്ട്, ഒരു പക്ഷമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. ആവാണ്ടിരിക്കാം, പുള്ളി പ്രതിയായിരിക്കാം, ആവാണ്ടിരിക്കാം, പുള്ളിക്ക് ഡയറക്ടർ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം, ഇല്ല, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ പുള്ളീൻ്റെ പഴയകാല സിനിമകളുടെ ഒരു ആരാധകനാണ്. പുള്ളീൻ്റെ ഏതൊരു സിനിമ ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുള്ള താല്പര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നു. അല്ലാതെ മറ്റേ #, മറ്റേ വെള്ളപ്പൊക്കം, അതൊന്നും അല്ല. അത് കുറേ പേര് കുണച്ചോടപ്പുണ്ട്. എനിക്കറിയാതെ ഒരു എന്താ പറയുക, ഒരു ഷോ കാണിക്കാൻ ഒരു വേദി കിട്ടിയാൽ ഇവരൊക്കെ ഷോ കാണിക്കും എന്നല്ലാതെ ഇവർക്ക് എൻഡ് ഓഫ് ദി ഡേ ഇവരൊക്കെ എന്ത് ചെയ്യും? ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ അവസാനം വരെ അവരുടെ കൂടെ കാണുമോ എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഇവിടെ ഒരു ബസ്സിലൊക്കെ കിടന്ന് ഒരു ചേച്ചി കിടന്നുണ്ടാക്കിയ അലമ്പാണ് ദിലീപിന്റെ പടം എന്തൊരു കിട്ടുന്നൊക്കെ പറഞ്ഞ്, എന്തോന്നാണ് സിനിമയായിട്ട് കാണുക. അതൊക്കെ കാണുമ്പോഴാണ് ഒരു പെൺകുട്ടി ഒരു എന്താ പറയാ, ഒരു കോമൺ ഇന്റർവ്യൂവിൽ ഒരു പുള്ളിക്കാരി വന്ന് സംസാരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞ് എണിച്ച് നിന്ന് കൈയടിക്കാനാണ് എനിക്ക് തോന്നിപ്പോയത്, ബാക്കിയുള്ള അപരാധമൊക്കെ കണ്ടിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രേ എനിക്കുള്ളൂ. പിന്നെ ഈ സിനിമാറ്റോഗ്രാഫി, ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ്. മ്യൂസിക് നൈസാണ്. ആയെക്കൂടി എനിക്ക് ഒരു കല്ലുകളി തോന്നിയത് മറ്റേ പാട്ട് തന്നെയാണ്. അതാന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു സീനുണ്ട്, അതെന്താന്ന് പോലെ ഞാൻ പറയാം. ആ സീനൊക്കെ ഇങ്ങനെ മുഴച്ച് കത്തിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ വന്നത് ഈ പാട്ടാണ്. അവിടെയാണ് എനിക്കൊരു ചെറിയൊരു ഡൗൺഫോള് തോന്നിയത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്റർടൈനിങ് ആണ്. രഞ്ജൻ എബ്രഹാമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, 2.5 മണിക്കൂർ എനിക്ക് ഒട്ടും ബോറടിച്ചില്ലേ. നമ്മൾ മറ്റേ നല്ല ജൈജാൻറ്റിക് നല്ല പവർ പാക്ഡ് ഓഡിയൻസിനൊപ്പം ഇരുന്ന് കാണുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈയടിക്കാനും വിസിലടിക്കാനൊക്കെ ഉള്ള ഓരോ സാധനങ്ങളും ഉള്ളത് കൊണ്ട് പടം എനിക്ക് ശരിക്കും വർക്കായി എന്ന് തന്നെ പറയണം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ബബ്ബബ്ബ റിവ്യൂ. ഒരു ചെറിയ കാര്യം കൂടി പറയണ്ട, അത് സ്പോയിലറാക്കി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്പോയിലർ കണ്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ ഈ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. നേരത്തെ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. കാണുന്നവർ വീഡിയോ മുഴുനീളം കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് സിനിമ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തിയിട്ട് പോകാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു സ്പോയിലർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ സിനിമയെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് സീനിലേക്കൊക്കെ പോയിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. അത് കേൾക്കണമെന്ന് ഞാൻ ആരുടെ അടുത്ത് ആവശ്യപ്പെടുന്നില്ല. സോ സ്പോയിലർ. ഈ സിനിമയിൽ അവർ പരസ്പരം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്നുണ്ട്. കുറേയൊക്കെ ക്ലീശ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, കുറേയൊക്കെ ക്ലീശയാണെന്ന് തന്നെ അവർ എന്താ പറയുക ആവശ്യപ്പെടുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ഈ സിനിമയിൽ അവസാനം ലാലേട്ടൻ്റെ ദിലീപേട്ടൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ഏറ്റവും അവസാനം എൻ ക്രെഡിറ്റ്സിന് മുമ്പ് വരെ അവർ ഒരുമിച്ചായിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ എസ് ജെ സൂര്യ ഒരു ക്യാമിയോ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത്
എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിന് പുള്ളി ആരാന്ന് മനസ്സിലായില്ല. അതൊക്കെ ഓരോരുത്തർ തമിഴ് സിനിമ കുറേ ഒരു ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. കുറേ ഇത് ആരുടെ ഇങ്ങനെ നോക്കി ഇപ്പം ഉണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. എസ് ജെ സൂര്യ വരുന്നു, ഇവർ തമ്മിലൊരു ക്ലാഷ് കൊണ്ടുവരുന്നു. ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് കൊണ്ടുവന്നിട്ട് അടുത്തൊരു പാർട്ടിലേക്ക് നീക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പം അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്. ടു ബി കണ്ടിന്യൂഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന ഞാൻ ആലോചിക്കണത്, നിങ്ങൾ എല്ലാവർക്കും ഇട്ടും താങ്ങി, മീഡിയക്ക് ഇട്ട് താങ്ങി, സിനിമാ താരങ്ങൾക്കിട്ട് താങ്ങി, ഇപ്പോഴത്തെ കറണ്ട് സിനാറിയോ വെച്ച് കുറേ കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഈ സ്ക്രീൻ പ്ലേൻ്റെ അവസാനത്തിലേക്ക് എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണ്, ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ കാണിച്ചോളൂ, സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ത്രെഡ് ഉണ്ടെന്നുള്ള രീതിയിൽ കാണിച്ച് വരിക. കാണിച്ച് വന്നിട്ട് പടം കട്ടായി എൻ ക്രെഡിറ്റ്സിലോട്ട് പോകുന്നതിന് ജസ്റ്റ് മുമ്പ് ലാലേട്ടൻ്റെ ഒരു ക്ലോസപ്പിലൊരു ഡയലോഗ്, ഒരു ഫോർത്ത് വോൾ ബ്രേക്കിംഗ്, അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പല പടത്തിലും ഇങ്ങനെയൊക്കെ കുറേ എന്താ പറയുക സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് തോലിച്ചിട്ട് നിങ്ങളൊക്കെ ആ സിനിമയൊക്കെ കണ്ടായിരുന്നു. അവന്മാരൊക്കെ ആ സിനിമ ഇറക്കിയോ, ഈ സെക്കൻഡ് പാർട്ടൊന്നുമില്ല, ഈ കഥ ഇവിടെ തീർന്ന് വീട്ടിൽ പോണേന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ. മറ്റേ ഡെഡ്പൂൾ ഏതോ ഒരു പാർട്ടിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് എൻ ക്രെഡിറ്റ് സീനുണ്ട്, നിങ്ങൾ മറ്റേ പോസ്റ്റ് ക്രെഡിറ്റ് കാണാതിരുന്നല്ലേ, നിങ്ങൾ വീട്ടിൽ പൊക്കോടെ എന്ന് പറഞ്ഞ് വിടണ പോലത്തെ ഒരു സാധനം കൂടി ലാലേട്ടൻ്റെ ഒരു എക്സ്ട്രീം ക്ലോസപ്പ് വെച്ച് പുള്ളീൻ്റെ ആ ഒരു ശൈലിയിൽ എടുത്തിരുന്നെങ്കിൽ പടം അതും കൂടി ഒന്ന് അവരൊന്ന് മീറ്ററിൽ പിടിച്ച് വന്നിരുന്നെങ്കിൽ അവിടെ ഇനി ഇതാണ് കൺക്ലൂഷൻ, ഇനി ഇന്നൊരു കഥയില്ല, എനിക്കറിയൂടെ ഇനി സിനിമ വരുമോ ഇല്ലയൊന്നും അറിയില്ല, പക്ഷെ അവിടെ വെച്ച് അവരത് നിർത്തിയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അത് എൻ്റെ ഒരു പേഴ്സണൽ സജഷനായിരുന്നു. അതും പിന്നെ അത് മാത്രമേ എനിക്ക് ഒരു ചെറിയൊരു ഡൗൺഫോൾ ആയിട്ട് തോന്നിയുള്ളൂ. പക്ഷേ പടം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം സ്പോയിലറായിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ആർക്കെങ്കിലൊക്കെ പറയണമെന്നുണ്ടായിരുന്നു കണ്ടവര്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ബബ. ബൈ ബൈ.